സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ ഒരു ദിവസം മുഴുവൻ പാനിപ്പൂരി മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? സുഹൃത്തുക്കളെ, ഇൻസ്റ്റാഗ്രാമിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സജസ്റ്റ് ചെയ്തതിൽ നിന്ന് വന്ന ചലഞ്ച് വീഡിയോയിൽ നിന്ന് പാനിപ്പൂരി ഒരു ദിവസം മുഴുവൻ കഴിക്കുക. വെൽ ഹിയർ ഐ ആം. ഞാൻ ആ ചലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ തന്നെ പാനിപ്പൂരി കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യമല്ല. പാനിപ്പൂരി രാവിലെ എവിടെയും കിട്ടത്തില്ല, ഉരുവിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാനിപ്പൂരി അവിടെ നിന്ന് കഴിയാം. ഞാൻ ശരിക്കും പറഞ്ഞ ഈ പാനിപ്പൂരി ഏകദേശം 1-2 തവണ മാത്രമേ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ദിവസം എനിക്ക് ഈ സാധനത്തോട് താല്പര്യം ഭയങ്കര കുറവാണ്. ഞാൻ ആ കണ്ണാടി അങ്ങ് മാറ്റി. ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വയ്ക്കുന്ന കണ്ണാടിയാണ്. ഇതാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ വയ്ക്കുന്ന. കൊള്ളല്ലേ? 2 പയ്യന്മാരെ പോക്കാൻ പോലും ഒരുത്തനെ കിട്ടിയോളൂ. ഋത്തിക്കട പോടാ പരിപാടി ഇത് പോകാൻ ഇങ്ങോട്ട് അനിയത്തിയായിട്ട് കോളേജിൽ പോയത്. സോ ഗയ്സ്, ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ല എന്ന് കരുതിയിട്ട് ഇവനെയും കൂടെ കൂട്ടി പാനിപ്പൂരി മൊത്തം കഴിച്ച് റോഡിൽ തലയിറങ്ങി വീണ ആരെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി. മാത്രമല്ല അവന് നല്ല താല്പര്യമുണ്ട്. അവൻ പറഞ്ഞു അവനും കൂടി കഴിക്കാന്ന്. പിന്നെ ആയിക്കോട്ടെ. ഉച്ചക്കത്തെ ലഞ്ചും രാത്രിത്തെ ഡിന്നറും പാനിപ്പൂരി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് പട്ടിണിയാണ്. ഇതുവരെ കഴിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എങ്ങും പാനിപ്പൂരി ഈ സമയത്ത് കിട്ടൂല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. പിന്നെ ഇതിൽ 3 മണിക്കൂർ ഇടപെട്ട് കഴിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് 3 മണിക്കൂർ കഴിക്കാനായിട്ട് രാവിലെ നടക്കൂല, ഈവനിങ് നടക്കും. എല്ലാ ഷോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ പരിസരത്തും എല്ലാ കടകളിലും പോയിട്ട് കഴിക്കാം. നമ്മള് ലുലുവിന്റെ പാർക്കിലേക്ക് ഇറങ്ങിയ ഇവിടെ നിന്ന് നേരെ ലുലുവിനകത്ത് പോയിട്ട് അവിടെ നിന്ന് ആദ്യം വല്ലതും കഴിച്ചിട്ട് ഫസ്റ്റ് ലുലുവിനകത്ത് നിന്ന് വയറു നിറം വല്ലതും കഴിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പ്. പാനിപ്പൂരി ഞാൻ അറിഞ്ഞല്ല പെട്ടിയിലേക്ക് അടച്ച് 70 rupees. ബ്രേക്ക്ഫാസ്റ്റിന്റെ വേജിന്റെ ആദ്യത്തെ പാനിപ്പൂരി നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ അകത്തുള്ള ഫുഡ് കോർട്ടിൽ എന്താണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് വാങ്ങി നേരെ ഫുഡ് കോർട്ടിന്റെ മുകളിലോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. ഐശ്വര്യമായിട്ട് ലുലുവിന്റെ ഫുഡ് കോർട്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങി 2 എണ്ണം വാങ്ങിച്ചു. സത്യം പറയുകയാണെങ്കിൽ ദിവസം മുഴുവൻ കഴിച്ച പാനിപ്പൂരികളിൽ നിന്ന് അഫ്കോഴ്സ് ഏറ്റവും വൃത്തിയുള്ളത് ലുലുവിലെ പാനിപ്പൂരി. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. അതായത് കണ്ടില്ലേ, ഇവരൊരു പാക്കറ്റ് ആക്കിയാണ് എല്ലാം സെപ്പറേറ്റ് ഓരോ ഡപ്പയിൽ അടച്ച് തരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ഒഴിച്ച് കഴിക്കാം. 1, 2, 3, 4, 5, 6, 7 എണ്ണം. ഇതാ പുളിയുള്ളോടാ. ഇതിലാണ് മറ്റേ ക്രിമിയൊക്കെ ഓർഡർ ഞാൻ കണ്ടത്. കുഴപ്പമില്ല, കുറച്ച് നേരം ഇട്ടതാ. എല്ലുണ്ടോ കേട്ടോ, നല്ല മണം. കുഴപ്പമില്ല. ഞാൻ ശരിക്കും രാവിലെ പച്ചവെള്ളവും കുടിക്കാതെ ഡയറക്റ്റ് വന്ന് പാനിപ്പൂരിയാണ് കഴിക്കുന്നത്. ഇവൻ ഇച്ചിരി പുട്ടും കോൾഗേറ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറയുന്നു. ഏകദേശം 12-12:30 സമയത്താണ് ഞാൻ ആദ്യത്തെ പാനിപ്പൂരി കഴിച്ചത്. ഞാൻ ഈ സാധനം അധികം കഴിച്ചില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് ഫസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു തൃപ്തി കുറവ്, വേണ്ടത് പോലെ. ഇവിടുത്തെ വേറെ ഷോപ്പ് ഉണ്ട് തൊട്ട് കാണില്ല, സീതാഫൽ പറഞ്ഞ. അവിടെ കയറിയിട്ട് പാനിപ്പൂരി കഴിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. ദോഷത്തെ ഒരു ചലഞ്ച് തരാം. ബാർബിക്ക് നേഷനിൽ പോയിട്ട് പാനിപ്പൂരി ഉണ്ടെന്ന് വരും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ടേസറിന്റെ നമ്മളെ ആദ്യം ലാപ്ടോപ്പ് ചേട്ടാ ഇവിടെ പാനിപ്പൂരി ഉണ്ടാവും. അവരറിയും. ബട്ടാട്ട പൂരി. നമുക്ക് ഇത്തവണ വേറെ സാധനം കഴിച്ചല്ലോ. സുഹാലി ചാട്ട്. ഹായി എന്ന് പറയുമ്പോൾ തൈരായിരിക്കും. സേവ് ബാറ്റിസ്റ്റ പൂരി. അപ്പൊ സേവ് ബാറ്റിസ്റ്റ പൂരി കാണുന്നു. സേവ് ബാറ്റിസ്റ്റ പൂരി. ഇത് നമ്മുടെ ആദ്യത്തെ പാനിപ്പൂരി കഴിച്ച് ഏകദേശം ഒരു 1/4-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് പാനിപ്പൂരി ഓർഡർ ചെയ്തു. സംഭവം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓരോ 3 മണിക്കൂർ ഇടവിട്ട് ചലഞ്ച് എടുക്കണമെന്ന പ്ലാൻ എടുത്തു. പക്ഷെ അത് നടപ്പാകുമെന്ന് തോന്നാത്തത് കൊണ്ട് കാണുന്ന ഷോപ്പിൽ നിന്ന് കയറി കഴിക്കാമെന്ന് കരുതി. കുറച്ച് സമയത്തെ വെയിറ്റിംഗിന് ശേഷം പാനിപ്പൂരി എത്തി. ഇത് പാനിപ്പൂരി അല്ല കേട്ടോ, നമ്മൾ വെറുതെ ബാറ്റിസ്റ്റ പൂരി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയെങ്കിലും ഇതിനെന്തോ ആധികാരിക പേരുണ്ട്. പാനിപ്പൂരി സാധനം അതിന്റെ മോള് ഇട്ടേ എല്ലാം കൂടി. അപ്പോ ഭയങ്കര മധുരം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബാഡ് ഇംപ്രഷൻ എന്നാണല്ലോ. എനിക്കിത് ആദ്യം കഴിച്ചപ്പോഴത്തേക്കും ഒരുമാതിരി മധുരം കൂടുതലായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഇത് കൊള്ളാമായിരുന്നു. നമ്മൾ ആ കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഇതായിരുന്നു. ഇതിനകത്ത് അവർ എന്തോ സ്പെഷ്യൽ സോസ് എല്ലാം ചേർത്തിട്ടുണ്ട്. മസാല കപ്പലിന്റെയൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്നത് കണ്ടു. ഞാൻ പൊതുവെ മധുരം വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന ആളാണ്. ഇവിടെ ഒരുത്തം പ്ലേറ്റിന്റെ മോളിക്യൂൾ വരെ തിന്ന്. നമ്മള് ലുലു മോളിനകത്ത് നിന്ന് ഇറങ്ങി നേരെ പുറത്ത് കഴക്കൂട്ടത്ത് പോകല്ല. അത് നമുക്ക് അങ്ങോട്ട് പോകണം. ശംഖോ ബീച്ചിന്റെ അവിടെ അവിടെ ബാത്റൂം പോയില്ല. അപ്പൊ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ ശംഖുമുഖത്ത് എത്തി പാനിപ്പൂരി കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഒരു നഗ്ന സത്യം മനസ്സിലാവുന്നത്. ശംഖുമുഖത്ത് പാനിപ്പൂരി കടകളൊന്നും തുറന്നില്ല. 4 മണിയാണേ. 4 ഓപ്പൺ ആയിട്ട് ഇവിടെയൊക്കെ പൊളിച്ചാണ് മൊത്തം. പോയി നോക്കി സൈഡില് മാറ്റം. ഇവിടെ പാനിപ്പൂരി കട, പാനിപ്പൂരി കട അടച്ചേക്കുന്നു. ലുലുവിനകത്ത് 2 പാനിപ്പൂരിയൊക്കെ കഴിച്ച് അവിടെ കിടന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 4 മണിയായി. ശംഖുമുഖത്തുള്ള ഡേർട്ടി പാനിപ്പൂരി കഴിക്കാനുള്ള ഉറപ്പാടായിരുന്നു. പക്ഷെ അവിടെ എല്ലാ കടകളും അടച്ചിരുന്നത് കാരണം നമ്മൾ നേരെ കേശവദാസിലും പോയി അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി വരുന്ന വഴിക്ക് പട്ടം എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം കണ്ടു. ദേ ഈ ചേട്ടന്റെ. അവിടെ ചെന്നപ്പോ ചേട്ടന്റെ ശവപുരി ഉണ്ടെന്ന്. ശവപുരി എന്നാ 2 ശവപുരി തന്നെ വാങ്ങിക്കാം. 2 ശവപുരി. मसाला पूरी मतलब पूरा मिक्स है. तो शाहपुरी में दूसरा कुछ आएगा. शाहपुरी वाले
ഏതോ ഷോപ്പിൽ ചെയ്തോ എന്നെ കുഴപ്പമില്ല, കട നല്ല വൃത്തിയോടെ സൂക്ഷിക്കുന്നത്. നീ ആദ്യം കഴിക്കും, നീ കഴിച്ചിട്ട് പിടച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാം. ഏഴെണ്ണോ? പക്ഷെ ചെറുതാണ് കേട്ടോ, സൈസ് ചെറുതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ആധികാരികമായി ഞാൻ ഈ സാധനം പൊതുവെ വാങ്ങിച്ച് കഴിക്കാറില്ല. ഞാനിത് കഴിക്കുന്ന ആൾക്കാരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം അറിയാവുന്ന കടകളിൽ നിന്ന് മാത്രമേ വാങ്ങിച്ച് കഴിക്കാവൂ എന്ന്. നമ്മുടെ മുന്നിലേക്ക് ഈ സാധനം എത്തുന്നതിന് മുന്നേ ഇവർ ഏത് രീതിയിലാണ് ഇതിനകത്ത് നിറയ്ക്കാനുള്ള ജലം ഒക്കെ തയ്യാറാക്കിയതെന്ന് അറിയില്ല. എന്തായാലും നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന പാനിപൂരി കടകളെക്കാൾ 100% വൃത്തിയുള്ളതാണ് ഇവിടെ ഉള്ളത്, അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും. സാധനം കയ്യിലുണ്ട്, എന്നിട്ടാണ് ഇടാത്തത്. നെക്സ്റ്റ് ടൈം പേനോ ഭായി. അച്ഛാ ആ ബക്കറ്റ് കലക്കി വെച്ചേക്കുന്ന അമൃതും വെള്ളം, പാരസൈറ്റുകൾ വരെ ജീവിക്കുന്ന പച്ച വെള്ളം. ചെറുതാണ് കേട്ടോ, കൊള്ളാമോ? അടിപൊളിയാണ്. കൊള്ളില്ലേ? വെള്ളം കൊണ്ടുവരണം. ഒരു എരിവുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ലുലിനെക്കാളും. ലുലിനെ കുറച്ച് അധികം മധുരം വരുന്നു. അത് നല്ലത്. നീ എങ്ങനെ നിങ്ങളെ മാറി വരുന്നത്? ചുമ്മാ ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇതിന്റെ പിന്നാമ്പുറത്തെ കാഴ്ച എനിക്ക് അറിയില്ല. എനിക്ക് ഇതുവരെ എനിക്ക് വേറെ ഒന്നും കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെറിയൊരു, എന്നാലും അങ്ങനെ വേറെ തിന്നും തോന്നില്ല. അതിന് കഴിച്ചില്ല, നമ്മൾ 3 കഴിച്ചോളൂ. ഇപ്പൊ ഫുൾ ഇന്ന് രാത്രി മൊത്തം, ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചില്ല, രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ചോറിനും വരെ കഴിച്ചതാണ്. ഇനി വൈകുന്നേരം ചായക്കും പറയുന്നത് കുടിക്കണം. ഇനി നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിൽ പോകാം. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വർക്കൗട്ട് കയറും. അത് കഴിഞ്ഞിട്ട് നേരെ രാത്രിത്തെ ഫുഡ്, അതും പാനിപ്പൂരി. അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഏകദേശം ശ്രീകാര്യം എത്തിപ്പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സൈഡിൽ വേറൊരു പാനിപ്പൂരി ഇരിക്കുന്നു. ലവനാണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചേ പറ്റി കൊല്ലാനായിട്ട്. നമ്മൾ കഴിച്ചതിൽ ഏറ്റവും വേസ്റ്റ് പാനിപ്പൂരി ഇവിടെ നിന്നായിരുന്നു. അതുപോലെ കടയിലിരുന്ന ചെറുക്കന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടുകഴിഞ്ഞാൽ നീ വേണേ തിന്നിട്ട് പോടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അവിടെ നിന്നും പക്ഷെ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. കണ്ടപ്പോ തന്നെ ചാർജ് ആയില്ലേ? ചാർജ് ആയി. ശ്രീകാര്യം ഒന്നുമില്ല. പോരല്ലേ? എനിക്ക് എന്തത് ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു മുമ്പോട്ട് എടുക്കുന്ന ഒരു ഫീൽ വരുന്നു. ഈ ഒരു പ്രത്യേക ജീവി കണ്ടാ നീ ഒരു കുഴപ്പമില്ലായിരുന്നു കഴിക്കും. ഇന്ന് കടപ്പലാരം വാങ്ങിട്ടുണ്ടല്ലേ അപ്പ, കപ്പലണ്ടി, മുട്ടായി, മിക്സർ, ചിപ്സ് ഒക്കെ. അങ്ങനെയുള്ളവർക്കാണ് ഇത് കഴിക്കുമ്പോൾ കുഴപ്പമില്ലാത്തത്. എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ അധികം പുറത്തുനിന്ന് കഴിക്കില്ല, ഭയങ്കര കുറവാണ്. കഴിക്കും ചിക്കൻ, അങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ കഴിക്കില്ല. ഷവർമ കഴിക്കും ഭയങ്കരമായിട്ട്. അങ്ങനെ ഇതും തീർന്ന് അടുത്ത് നമ്മൾ വേറെ 5:30 ആയി, അക്കാഡമി പോകണം, വർക്കൗട്ട് ഉണ്ട്. അതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു പാനിപൂരി കഴിച്ചിട്ട് കയറിയിട്ട് ഇന്ന് രാത്രി കഴിക്കല്ലേ. അങ്ങനെ നമ്മൾ അടുത്ത പാനിപൂരിയിലെത്തി. അതായത് 5ാമത്തെ ഉള്ളത്. എനിക്ക് ചെറിയ വേദന ഉണ്ടല്ലോ, കുത്തല് വേദന ഉണ്ട്. എല്ലാവരും മയക്കമുണ്ടല്ലേ, യാതൊരു എനർജി ഒന്നും ഇല്ല. ആരും കഴിക്കാതിരിക്കുന്നതൊക്കെ. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈവനിങ് വർക്കൗട്ടിന് മുന്നേ ഒരു പാനിപ്പൂരി കൂടെ കഴിച്ചിട്ട് നമ്മൾ വർക്കൗട്ടിന് കയറാൻ തീരുമാനിച്ചു. അതായത് തൈര് കുറച്ച് മുകളിലൊക്കെ ഒഴിച്ചു തരുന്ന ഒരു സാധനം. എനിക്കതിൽ തൈരെല്ലാം അവിടെ മിക്സ് ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ വോമിറ്റിന്റെ ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ലും പോലെ തോന്നിപ്പോയി. ബട്ട് ഫോർ ചലഞ്ച് എന്ന രീതിയിൽ നമ്മൾ അത് ഫുള്ള് കഴിച്ചു തീർത്തു. ഞാൻ ഇത്രയും ഷോപ്പുകളിൽ കയറി ഇറങ്ങി പാനിപ്പൂരി കഴിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഡിമാൻഡ് മനസ്സിലാകുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേരാണ് ഈ സാധനം നമ്മുടെ കേരളത്തിൽ വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ. നല്ല ഡിമാൻഡും നല്ല കച്ചവടവും ഉള്ള ഒരു പരിപാടിയാണ് ഇത്. സോ ബി കെയർഫുൾ ഗൈസ്, ഇത് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം വാങ്ങിച്ച് കഴിക്കാനും. അതുമല്ല നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കോൺസെൻട്രേറ്റ് ഈ സാധനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇവർ ഇത് ഏത് രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നമുക്കറിയില്ല. നമ്മുടെ മുമ്പ് ഇത് കച്ചവടം ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. നീറ്റാണ് കേട്ടോ, കുഴപ്പമില്ല. ഇവർക്ക് ഈ സാധനം ഇവിടെ നീറ്റ് അല്ലാതെ വിൽക്കാൻ പറ്റൂല. മുനിസിപ്പാലിറ്റി ഒക്കെ സീനാക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എങ്കിലും ഇതിന്റെ പുറത്ത് ഇവർ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഒരു വീട്ടിൽ നിന്ന് കലക്കുറ ഇത് കൈയിട്ടൊക്കെ. അതുകൊണ്ടാണ് ഈ സാധനം അങ്ങനെ കഴിക്കാത്തത്. ഇന്നിപ്പോ എനിക്ക് ഇതുവരെ വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയ രീതിയിൽ വയറിലൊരു കുത്തലും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിനക്ക് പക്ഷെ ഒരു ക്ഷീണം, ഒരു മയക്കം ഉണ്ടല്ലേ. എന്തായാലും തൈരും മഞ്ഞളും മുജാലയൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ധായ്പൂരി എണ്ണ നിങ്ങൾ തന്നു. എന്റെ പൊന്നെ, ഇത് കൊള്ളൂല. ഓമിറ്റിന്റെ ആ തൈര് വന്നപ്പോ ഒരുമാതിരിയായിപ്പോയി. പുളിയുന്നു, പുളിപ്പ് ഒരു തൈര് വന്നപ്പോ ഒരുമാതിരിയായിപ്പോയത്. ഭയങ്കര ഡിമാൻഡുള്ള സാധനം. എന്ത് എത്ര പേരും പറയുന്നു. ഒരു പീസുള്ളൂ, കഴിച്ചോ വരും. ഒരു പീസുള്ളൂ, കഴിച്ചോ. പകുതി എടുക്കുക. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. തന്നെ സാധനം
ഇത്രയും പാനിപൂരി ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടുള്ള ഗ്യാപ്പിലാണ് കഴിച്ചതെന്ന് ഒരു ആവറേജ് ടൈം ഞാൻ എടുക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവസാനം, അതായത് ഈ ഒരു 6 മണി 7 മണി ലാസ്റ്റ് ഈ ദായിപൂരി കഴിച്ച സമയത്ത് വയറിനകത്ത് ഭയങ്കര രീതിയിലുള്ള ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. റോഷത്തിന്റെ വർക്കൗട്ടിന് അക്കാഡമിയിലാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നു. റൂമിലെത്തി എന്റെ പൊന്നെ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വർക്കൗട്ടിന് പോട്ടെ. ഇനി നേരെ വർക്കൗട്ടിന് പോയിട്ട് ഒരു ലാസ്റ്റ്, അതായത് നൈറ്റ് ഇനി ഒരു പാനിപൂരി കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയർഡാണ്. എനിക്ക് വയറ് നല്ല ശരിയാണ്. ബാത്റൂമിലൊക്കെ പോയി സെറ്റായിട്ട് വർക്കൗട്ടിന് പോയിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. അങ്ങനെ വർക്കൗട്ടിനെത്തി. ഇവിടെ ഒരുത്തം കണ്ടില്ലേ, ഇവിടുന്ന് പഠിപ്പിക്കുന്നു പാനിപൂരി തിന്നിട്ട് ഇടന്ന് ചാടുന്നു. ആ നിൽക്കുന്ന പയ്യന നമ്മളെ കോച്ച് ക്യാമറ നോക്കി പിടിക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ പിള്ളേരന്മാരാണ്. പാനിപൂരി വർക്കൗട്ടിന് കയറിട്ട് നമുക്ക് ഒരു പാനിപൂരി തന്നെ ഓസ് ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞ് ഇനി നല്ലതാണ്. ടയർഡ്, ലോ എനർജി, 0 എനർജി. ഇനി പോയിട്ട് പാനിപൂരി കഴിക്കട്ടെ. ഇനി നേരെ രാത്രിത്തെ അവസാനത്തെ പാനിപൂരി. ഇനി ഈ പാനിപൂരി ഇനി ഞാൻ ഒന്നും കഴിക്കത്തില്ല. നീ ഇനി കഴിക്കുമല്ലോ വീട്ടിൽ പോയി ചോറെല്ലാം കഴിക്കും. ഇനി പറ്റൂല, ഇന്നത്തെ നല്ല ഇരുട്ടായത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ വ്യക്തമായി കാണിച്ചു തരാൻ പറ്റിയില്ല. ഇത് അവസാനത്തെ പാനിപൂരിയാണ്. എനിക്ക് അധികം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെറിയ രീതിയിൽ വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ കള്ളമടിച്ച് നിൽക്കുകയാണ് ചെയ്തത് അന്നത്തെ ദിവസം. അന്നേ ദിവസത്തെ അവസാനത്തെ പാനിപൂരിയും വെള്ളവും കുടിച്ച് ഞാൻ ആ ദിവസം അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. ഒടുവിൽ ഒരു ദിവസം മുഴുവൻ പാനിപൂരി മാത്രം കഴിച്ച് ആ ചലഞ്ച് ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ മാത്രമല്ല റോഷിത്തും. അപ്പൊ ഗൈസ്, എന്തായാലും ചലഞ്ച് വാസ് ഫൺ. ലൈക്ക് ഒരു ദിവസം മുഴുവൻ പാനിപൂരി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ സാധനം. പേഴ്സണലി എനിക്ക് ഇത് അത്ര താല്പര്യമില്ല. പിന്നെ ഞാൻ ഒരിക്കലും ഈ സാധനം കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിന്റെ മുൻവശത്ത് ഇവർ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് താരതമ്യേന കുഴപ്പമില്ലാത്ത വൃത്തി ഉണ്ടെങ്കിലും ഇതിന്റെ പിന്നാമ്പുറത്ത് ഇവർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ വെള്ളമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പൊ കാണുമ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ ആ ദൃശ്യങ്ങൾ എനിക്ക് ഇങ്ങനെ മിഞ്ഞു വാങ്ങി പോകും. അതുകൊണ്ട് പേഴ്സണലി ഞാൻ ഇതേം കഴിക്കാറില്ല. പിന്നെ ലുലു പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഹൈജീൻ ആയിട്ട് നല്ല രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഈ സാധനത്ത് ഇത്രയും ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഈ ചലഞ്ച് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കൊച്ചു പിള്ളേര്, വലിയ ആൾക്കാർ, സ്ത്രീകളൊക്കെ ഒരുപാട് പേര് വന്ന് നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകുന്നു. ഡിമാൻഡ് ഉള്ളത് കൊണ്ട് കാണാനല്ലോ ഇതിന് സപ്ലൈയും ഉള്ളത്. സോ അത് നല്ല ബിസിനസ് നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.